ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിൽ 13-ാം ദശകത്തിൽ ഹിരണ്യാക്ഷവധം തുടരുന്നു. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്ലോകം 7. ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിദുതേ തദോ മായാചക്രേ വിതതഗനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രകൃതിഭിർ അഭിജ്ഞന്തം മസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണ പദമൂലീ നരവതീഹി ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിദുതേ തദോ മായാചക്രേ വിതതഗനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രകൃതിഭിർ അഭിജ്ഞന്തം മസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണ പദമൂലീ നരവധീഹി. ഗുരുവായൂരപ്പ, അവൻ പ്രയോഗിച്ച മായകളെയെല്ലാം അങ്ങയുടെ ചക്രത്തിൻ്റെ സുദർശനത്തിൻ്റെ ജ്യോതിർഗണങ്ങൾ തട്ടി തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അവൻ വർദ്ധിച്ച രോഷത്താൽ അന്ധനായി വിവേകം കെട്ടവനായി കൈ ചുരുട്ടി ഊക്കിലിടിക്കുന്ന അസുരനെ ഭവാൻ തൻ്റെ കാലിലെ പെരുവിരൽ കൊണ്ട് കർണക്കുറ്റി കടിച്ചു. മൃഗങ്ങൾക്ക് മനുഷ്യരുടെ കൈയുടെ സ്ഥാനമാണ് മുൻകാലുകൾ. അവർ കൈയുടെ സ്ഥാനത്ത് മുൻകാലുകളാണ് പ്രയോഗിക്കുക. അതാണ് വരാഹമൂർത്തി കാലുകൊണ്ട് അസുരനെ അടിച്ചത്. ശ്ലോകം 8. മഹാകായസ്സോ അയം തവ ചരണപാദപ്രമദിതോ ഗളദ്രക്തോ വക്ത്രാത് അപതത് ഋഷിഭിः ശ്ലാഘിതഹദീഹി തദാ ത്വം മുദ്ദാമ പ്രമദപരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിർ അനുവിന്നദ്വരതനും മഹാകായസ്സോ അയം തവ ചരണപാദപ്രമദിതോ ഗളദ്രക്തോ വക്ത്രാത് അപതത് ഋഷിഭിः ശ്ലാഘിതഹദീഹി തദാ ത്വം ഉദ്ദാമ പ്രമദപരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിർ അനുപന്നധ്വരതനും. പൊണ്ണത്തടിയനായ അസുരൻ അങ്ങയുടെ ചവിട്ടേറ്റ് ചതഞ്ഞ് ചോരകക്കി ചത്തുവീണു. അത് കണ്ട് മഹർഷിമാർ ആ ദുഷ്ടസംഹാരത്തെ പുകഴ്ത്തി. ആ മഹർഷിമാർ ഉള്ളിലടക്കാനാവാത്ത സന്തോഷാധിക്യത്താൽ പ്രസന്നചിത്തരായി ഈടാർന്ന സ്തുതികളാൽ അങ്ങയെ സ്തുതിച്ചു. ശ്ലോകം 9. ത്വജിച്ഛന്തോരോമസ്വപി കുശഗണചക്ഷുഷീഘൃതം ചതുർഹോദാരോംഗ്രൗ സുഗ്രസൃഗഭീവദനേ ചോദരയിഡ
ഗ്രഹാജിഹ്വായാം ദേ പരപുരുഷ കർണേ ചമസ വിഭൂ സോമോ വീര്യം വരദ ഗളദേശേയപ്യൂപസദഃ ത്വജി ചന്ദൂരോമസ്വഭികുശഗണ ചക്ഷുഷി ഘൃതം ചതുർഹോദാരോഘ്രൗ സൃഗബീ വദനേ ചോദരയിഢ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസാം വിഭൂ സോമോ വീര്യം വരദ ഗളദേശേയപ്യുപസദഃ. ഭഗവാൻ വിഷ്ണു യജ്ഞപുരുഷനാകയാൽ അദ്ദേഹത്തിൻ്റെ അവതാരമായ വരാഹമൂർത്തിയെ മഹർഷിമാർ പരമപുരുഷനായ യജ്ഞമൂർത്തിയായി സങ്കല്പിച്ചു സ്തുതിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അദ്ദേഹത്തിൻ്റെ ഓരോരോ അവയവത്തെയും യജ്ഞോപകരണമായി സങ്കല്പിച്ച് സ്തുതിക്കുന്നു. പരമാത്മസ്വരൂപനും വിഭുവും വരദനും വരാഹമൂർത്തിയുമായ അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ത്വക്ക് ഛന്ദസ്സും രോമങ്ങൾ ദർഭപുല്ലുകളും കണ്ണ് ഘൃതവും പാദങ്ങൾ 4 ഹോതാക്കളും മുഖം ജൂഹുവും വയറിടയും നാവ് ഗ്രഹങ്ങളും കർണങ്ങൾ ചമസങ്ങളും ഖണ്ഡം ഉപസത്തുക്കളും രേതസ് സോമവുമാകുന്നു. ശ്ലോകം 10. മുനീന്ദ്രരിത്യാദിസ്തവനമുഖരർമോദിതമന മഹേയസ്യ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാദാലയപതേ. മുനീന്ദ്രരിത്യാദിസ്തവനമുഖരർമോദിതമന മഹേയസ്യ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാദാലയപതേ. മഹർഷിമാരുടെ ഇപ്രകാരമുള്ള സ്തോത്രങ്ങളാൽ സന്തുഷ്ടചിത്തനായി ശ്രേഷ്ഠവിഗ്രഹനായി നിർമ്മല കീർത്തിയാൽ ശോഭിക്കുന്നവനായ മധുരിപുവായി വൈകുണ്ഠത്തിലെത്തി ആനന്ദസാഗരത്തിൽ വിഹരിച്ചരുളുന്ന ഹേ ഗുരുവായൂരപ്പ, അങ്ങൻ്റെ രോഗങ്ങളെ നിരോധിക്കണമേ. നമസ്തേ. 13-ാം ദശകം കഴിഞ്ഞു. അടുത്ത ഭാഗം ദശകം 14 കപിലാവതാരം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ ദശകം 14 തുടരും നാളെ. നമസ്തേ.